എതിർക്കുന്നവരെയെല്ലാം ഭീഷണിയിലൂടെ നിലക്ക് നിർത്തുക എന്നതാണ് ട്രംപിന്റെ നിലപാട്. അതിപ്പോൾ സൈനികമെങ്കിൽ അങ്ങനെ, സാമ്പത്തിക ഭീഷണിയാണെങ്കിൽ അങ്ങനെ. രണ്ടാമത് അധികാരത്തിലേറിയ ശേഷം ട്രംപിന്റെ പ്രവർത്തന രീതി ഇങ്ങനെയാണ്. അതിനിയും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ഫ്രാൻസിനെതിരായ പുതിയ തീരുവ ഭീഷണിയിലും ട്രംപ് വ്യക്തമാക്കുന്നത്. യുദ്ധാനന്തര ഗസയിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ രൂപീകരിക്കുന്ന സമാധാന സമിതിയിൽ ചേരുന്നില്ല എന്ന് തീരുമാനിച്ചതിന്റെ പേരിലാണ് ഫ്രാൻസിനെതിരെ 200% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അമേരിക്കയിലേക്ക് കയറ്റിയാക്കുന്ന ഫ്രഞ്ച് വൈനിനും ഷാമ്പെയിനുകൾക്കുമാണ് തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സമാധാന ബോർഡിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നില്ലെന്ന് ഫ്രാൻസും കാനഡയും അറിയിച്ചത്. യുദ്ധത്തിൽ തകർന്ന ഗസയുടെ പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുകയായിരുന്നു ബോർഡിന്റെ ഉദ്ദേശം. എന്നാൽ നിലവിൽ അമേരിക്ക അയച്ച ചാർട്ടറിൽ കാര്യങ്ങൾ അങ്ങനെയല്ല വ്യവസ്ഥ ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫ്രാൻസിന്റെ പിന്മാറ്റം. ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ട്രംപിനോട് ചോദിച്ചപ്പോഴായിരുന്നു ട്രംപിന്റെ പരിഹാസവും ഭീഷണിയും. മാക്രോണിനെ അല്ലെങ്കിലും ആർക്കും വേണ്ടെന്നും പ്രസിഡന്റിന്റെ സ്ഥാനത്തു നിന്ന് ഉടൻ തന്നെ പുറത്താകുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. 200% തീരുവ ചുമത്തുമെന്നും അപ്പോൾ അദ്ദേഹം ചേരുമെന്നും പറഞ്ഞ ട്രംപ് ഇനി പക്ഷേ അദ്ദേഹം ചേരേണ്ടതില്ല എന്നും കൂട്ടിച്ചേർത്തിരുന്നു. എല്ലാ സാമാന്യ മര്യാദകളെയും മറികടന്ന് ട്രംപ് മാക്രോൺ നടത്തിയെന്ന് പറയപ്പെടുന്ന സ്വകാര്യ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചിരുന്നു. ചാറ്റിൽ ട്രംപിനെ ഡിന്നറിന് ക്ഷണിക്കുന്നുണ്ട് മാക്രോൺ. സിറിയയിലെ നടപടികളിൽ അമേരിക്കയോടൊപ്പമാണെങ്കിലും ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ ട്രംപ് എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നും മാക്രോൺ പറയുന്നുണ്ട്.